ദേ ഒരു ഇത്രയും കോവയ്ക്ക ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട, നമുക്ക് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. ആദ്യമേ തന്നെ നമ്മുടെ കോവയ്ക്ക നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ചോടും തലപ്പും ഒക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. കട്ടി കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് 2 പച്ചമുളക് കീറിയതും ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്ക അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് ആവിയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ നന്നായിട്ട് ചൂടാക്കി മിക്സിയുടെ ജാറിൽ ഇതുപോലെ തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുക്കായി വന്ന കോവയ്ക്കയിലോട്ട് ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടിപൊളി ഒരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.